ജൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നാസർ ചേരിയത്ത്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ഇന്ന് തിരൂർ ഫാത്തിമ മാത ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസും റാലിയും സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് ശ്രീ അബ്ദുൽ ജലീൽ പിലാക്കലിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി സ്കൂൾ പ്രിൻസിപ്പൽ സിസിലി പോൾ സ്വാഗതം പറഞ്ഞു. തിരൂർ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് ജസീൽ സി ലഹരി ബോധവൽക്കരണ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മദർ സുപ്പീരിയർ സിസ്റ്റർ അഗ്നസ് ലഹരി വിരുദ്ധ ദിന സന്ദേശം നൽകി. സ്കൂൾ കൗൺസിലർ ശ്രീ ജെയിംസ് ജോൺ ലഹരി വിരുദ്ധ ദിന പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ലഹരി എന്ന വിപത്തിനെതിരെ അഡ്വക്കേറ്റ് ജസീൽ സി ക്ലാസ് നയിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ റോസ്ബിൻ SH അഡ്വക്കേറ്റ് ജസീൽ സിക്ക് സ്കൂളിന്റെ സ്നേഹോപഹാരം നൽകി. ചടങ്ങിൽ ശ്രീ അബ്ദുൽ ബാസിത്ത് നന്ദി പ്രകാശിപ്പിച്ചു. ഇതിനുശേഷം സ്കൂൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, JRC, മറ്റു വിദ്യാർത്ഥികൾ എന്നിവരെ ഉൾപ്പെടുത്തി സ്കൂളിൽ നിന്നും തിരൂരിലേക്ക് ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിക്കുകയും ചെയ്തു. നമുക്കറിയാം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. നിങ്ങളുടെ എല്ലാം കയ്യിൽ വളരെ പ്രസക്തമായ വരികളും ചിത്രങ്ങളും ആലേഖനം ചെയ്ത പ്ലക്കാർഡുകളുണ്ട്. അപ്പം അത് ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങളുടെ മനസ്സിൽ അതിനെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കും, അല്ലേ? ഇല്ലേ? ധാരണയില്ലേ? ഓക്കെ. നമ്മൾ ഈ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു ഗുണം ഉണ്ടാകണം, അല്ലെങ്കിൽ നമ്മളത് എൻജോയ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടണം, അല്ലേ? നമ്മൾ ഭക്ഷണം കഴിച്ചാൽ, കളിക്കാൻ പോയാൽ, സിനിമ കണ്ടാൽ, TV കണ്ടാൽ, മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ, നമ്മൾ എന്ത് ചെയ്യുന്നതിനും നമുക്കതിനൊരു ഗുണമുണ്ടാകും. എന്നാൽ ഒരു ഗുണവുമില്ലാത്ത നമ്മളെ നശിപ്പിക്കുന്ന, യാതൊരു ഗുണവുമില്ല, അതിലുപരി നമ്മളെ നശിപ്പിക്കുന്ന ഒരു സാധനമാണ് ഡ്രഗ്സ് എന്ന് പറയുന്നത്, ലഹരി വസ്തുക്കൾ. വളരെ അഭിമാനകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം ഹയർ സെക്കൻഡറി വിഭാഗം വരെ ഉള്ള ഒരു സ്കൂളായിട്ടും ഡ്രഗ്സുമായി ബന്ധപ്പെട്ടോ മറ്റുള്ള ഒരു കേസുകൾ സാധാരണ നമുക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. അതിന് ഈ സ്കൂളിൻ്റെ സാരഥ്യം വഹിക്കുന്ന പ്രിൻസിപ്പളും ഹെഡ്മിസ്ട്രസും ശരിക്കും അഭിനന്ദനാർഹരാണ്. അവരുടെ ഇടപഴകലും നമ്മുടെ അധ്യാപകരുടെ കുട്ടികളുമായുള്ള സമ്പർക്കവും ശ്രദ്ധയുമാണ് അതിന് കാരണം നമ്മുടെ പ്രാന്തപ്രദേശങ്ങളിലുള്ള സ്കൂളുകളായാലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ മയക്കുമരുന്നുകൾ, സിന്തറ്റിക് മയക്കുമരുന്നുകൾ പോലീസ് പിടിച്ചെടുക്കുന്നുണ്ട്. ഇതൊക്കെ തിരൂർ പ്രദേശങ്ങളിൽ തന്നെയാണ് വരുന്നത്. ലഹരി വളർന്ന് പന്തലിച്ചു കഴിഞ്ഞു. ആധുനിക സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന വിപത്തിനെതിരെ രാജ്യാന്തര സമൂഹത്തെ ഉണർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐക്യരാഷ്ട്ര സംഘടന 1987 മുതൽ ജൂൺ 26 ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നത്. നമുക്കറിയാം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത്. ലോകമൊരു ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുകയാണ്. എല്ലാ കാലങ്ങളിലും ലഹരി വിരുദ്ധ ദിനം കേവലമായി ആചരിച്ചു പോകുന്നതിനപ്പുറം നമ്മുടെ മുമ്പിൽ ഇന്ന് കാലഘട്ടം നമ്മോട് വളരെയധികം വലിയ സംഗതികൾ ആവശ്യപ്പെടുന്നത്. ഇതൊക്കെ ഒരു വലിയ ഒരു ആവശ്യകതയായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുന്നു. നമുക്ക് ഇനി അടുത്ത ആശംസാ പ്രസംഗത്തിന് ശേഷം ചെറിയ രീതിയിൽ നിങ്ങളോട് സംസാരിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നന്ദി. ഇന്ന് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. ഈ ദിനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് എൻ്റെ മുന്നിൽ സംസാരിച്ചവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് നിങ്ങളെ ആദ്യം തന്നെ മുക്തകണ്ഠം പ്രശംസിക്കാനാണ് തോന്നുന്നത്. കാരണം ഞാനിവിടെ വന്നിട്ട് ഇത് 3ാമത്തെ വർഷമാണ്. ഈ ക്യാമ്പസ് ഒരു ലഹരി വിമുക്ത ക്യാമ്പസ് തന്നെ ആണ് എന്ന് എനിക്ക് അടിവരയിട്ട് പറയാൻ പറ്റും. ഒരു മനോഹരമായ ക്ലാസ് ആണ് ഇവിടെ സംഘടിപ്പിച്ചത്. ഈ
ഇതിൻ്റെ പിന്നിൽ ഇത്രയും മനോഹരമായി സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ തന്നെ ഒരു വലിയ കാര്യമാണ്. ആ മെസ്സേജ് നിങ്ങൾ ഏറ്റെടുക്കണം. അതുപോലെ നിത്യ ജീവിതത്തിൽ നിങ്ങളത് പകർത്താനും തയ്യാറാവണം, അല്ലെങ്കിൽ ശ്രമിക്കണം എന്ന് പോലും നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. നാം ഓരോരുത്തരും പരസ്പര സ്നേഹവും ജീവിതത്തിൽ സന്തോഷവും നന്മയും ആഗ്രഹിക്കുന്നവരാണ്. വ്യാപകമായി കടന്നു വന്നിരിക്കുകയാണ്. മദ്യം, മയക്കുമരുന്ന്, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിക്കുന്ന സാമൂഹിക വിപത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു തരത്തിലുമുള്ള ലഹരി പദാർത്ഥങ്ങളും ഞാൻ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും അത് ഉപയോഗിക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനായി എന്നാൽ കഴിയുന്നതും ഞാൻ ശ്രമിക്കുമെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന സമൂഹത്തോടുള്ള എന്റെ കടമ നിറവേറ്റുമെന്നും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഇത് വായിച്ചു നോക്കിയായിരുന്നോ? നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണോ? നിങ്ങളിതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ ഉണ്ടാക്കിയത്? ആണല്ലേ? വിരുദ്ധ ദിനമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു ദിവസമാണ് ഇത്. നമുക്കറിയാം, ഐക്യരാഷ്ട്ര സംഘടനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. അപ്പൊ ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറഞ്ഞിട്ട് അന്താരാഷ്ട്ര തലത്തിൽ ലോക സമാധാനമൊക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സംഘടനയുണ്ട്, യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയും. നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിക്കുന്ന കുട്ടികളായിട്ട് ചിലപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലായിരിക്കും. യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന ഒരു സംഘടന ആണ് ഇത്തരത്തിൽ ഇന്നേ ദിവസം ഒരു ദിവസം തന്നെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ആ ദിവസത്തിന്റെ പേര് നമ്മുടെ ലഹരി വിരുദ്ധ ദിവസം എന്നൊക്കെ പറയുമെങ്കിലും അതിന്റെ പേര് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഡേ എഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇല്ലിസിറ്റ് ട്രാഫിക്കിംഗ് എന്നാണ് അതിന്റെ അർത്ഥം. രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അത് പറയുന്നത്. ഡ്രഗ് അബ്യൂസും അതുപോലെ തന്നെ ഇല്ലിസിറ്റ് ട്രാഫിക്കിംഗ് ഓഫ് ഡ്രഗ്സ്. രണ്ട് കാര്യങ്ങളാണ്. ഡ്രഗ്സ് ലഹരി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഓർമ്മ വന്നിരുന്നത് മദ്യം എന്നുള്ള ഒരൊറ്റ അർത്ഥത്തിലായിരുന്നു വന്നിരുന്നത് എങ്കിൽ ഇന്ന് മദ്യം എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് ഒരുപാട് അതിന് വളരെ വലിയ വിശാലമായിട്ടുള്ള അർത്ഥങ്ങളും ഡെഫിനിഷൻസ് ഒക്കെ വന്നു. പണ്ട് കാലത്ത് മദ്യം മാത്രമായിരുന്നു, അല്ലെങ്കിൽ പുകവലി, സിഗരറ്റ് മാത്രമായിരുന്നു. ഇവിടെ കുറെ അധികം ആളുകളുടെ ഇതിൽ കണ്ടു പുകവലിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. പുകവലിയും മദ്യവും മാത്രമായിരുന്നു ഒരു കാലഘട്ടത്തിലെ ഡ്രഗ്സ് അല്ലെങ്കിൽ ലഹരി എന്ന് പറയുന്നതെങ്കിൽ ഇന്നത് മാറി ഇന്ന് വളരെ വലിയ വിശാലമായ അർത്ഥത്തിൽ വന്ന്, ഇപ്പൊ നേരത്തെ ഇവിടെ ആരോ പറഞ്ഞു കഞ്ചാവ് എന്ന് പറഞ്ഞു, ഇപ്പൊ അതും മാറി എന്ത് ചെയ്യാണ്, സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വന്നിരിക്കുന്നു. കുറേയധികം പുതിയ തലത്തിലേക്കുള്ള ലഹരികൾ നമ്മുടെ ഇടയിലേക്ക് നമ്മൾ പോലും അറിയാതെ കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. മീഡിയ ന്യൂസ് തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 0494242905. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.